ചെയ്തിട്ട് അപ്പൊ ഡൈനോസറിനെ കാണാൻ പോവാ. പേടിയുണ്ടോ? പ്രഷർ കൂട്ട. ഇനി നിൽക്ക്, ഇത് റെഡി നിൽക്ക്. റെഡി വെക്ക് വെക്ക്. ഹലോ, ഇതിൽ ഇറങ്ങി വാ. സ്നോ പെയ്യാൻ തുടങ്ങുന്നുണ്ടോ? സോറി, ഞാൻ മഴയാന്ന് ചോദിച്ചു. കണ്ടോ? രണ്ട് കാലയത് കണ്ട കണ്ട അത്രയും തോന്നില്ല. പിന്നെ അവരുടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതാ അതിന്റെ കുറച്ച്. അനാക്കൊണ്ടയാണോ? ഇവിടെ നമ്മൾ അനാക്കൊണ്ടയെ കാണാൻ വന്ന കേട്ടോ. അനാക്കൊണ്ടയെ കാണാം. എന്നിട്ട് ഇവിടെ പാമ്പ് നാക്ക് നീട്ടുന്നതിന് അവളും നാക്ക് നീട്ടുക. ഹലോ, നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് അറ്റ്ലാന്റയിലാണ്. നമ്മള് ഫ്ലോറിഡ എന്ന് പറഞ്ഞ US ഫ്ലോറിഡ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ ജോർജിയ സ്റ്റേറ്റിലോട്ട് വന്നതാണ്. ജോർജിയയിലുള്ള ഒരു സ്ഥലമാണ് അറ്റ്ലാന്റ. അപ്പൊ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഫസ്റ്റ് ഡേ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡേ രാത്രിയില് നമ്മള് ഇവിടാണ് താമസിച്ചത്. അപ്പൊ ഇന്ന് നോക്കുമ്പോ ഭയങ്കര വെതറാണ്. ഇന്നാണ് 5 ഡിഗ്രി ആണ്. പക്ഷെങ്കില് ഫീൽസ് ലൈക്ക് ഒരു -1 അങ്ങനെയൊക്കെയാ. നല്ല തണുപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഡെസ്റ്റിനേഷനിൽ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പൊ കണ്ടിട്ട് വരാവേ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തണുപ്പ് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ളത് തിങ്കളാഴ്ചയാണ്. ഇന്ന് എത്ര ജനുവരി? ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് എത്ര ജനുവരി 19 അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇവിടെ വിൻഡ് സ്റ്റോം ആണ്. അപ്പൊ നമ്മൾ എന്തായാലും അതിന് മുന്നേ തിരിച്ചു പോകും. കാരണം സ്റ്റോം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. റോഡൊക്കെ ബ്ലോക്ക് ആവും. അപ്പം നമ്മൾ മിക്കവാറും ഇന്നോ നാളെയോ തിരിച്ചങ്ങ് പോകും. ചൊവ്വാഴ്ചയാണല്ലോ സ്റ്റോം. അപ്പൊ ഇന്ന് എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങോട്ടാണെന്ന്. ആദ്യം അങ്ങോട്ടല്ല കേട്ടോ, ആദ്യം വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം. അപ്പൊ പുറകെ ഡിക്കി ഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. കാരണം ഇവിടെ എങ്ങനെയാന്ന് അറിയത്തില്ല. എപ്പോഴാ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ മോക്കാണെങ്കിലും വിശക്കും ഒക്കെ ചെയ്തില്ലേ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മള് എന്തായാലും നല്ല തണുപ്പാ. അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ ഒരു 3 ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. 3 ഡ്രസ്സ് ഇട്ടിട്ടാ വന്നേക്കുന്നത്. അങ്ങനെ എല്ലാരും 2-3 ഡ്രസ്സ് അകത്തിട്ടിട്ടാണ് വന്നത്. നല്ല തണുപ്പാണ്. അപ്പം അങ്ങനെ പിന്നെ തെർമൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. തൊപ്പി മിക്കവാറും വെളിയിൽ ഇറങ്ങി കാറ്റാണെങ്കിൽ തൊപ്പി എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ ആദ്യം നമ്മള് പോകുന്നത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. സാധാരണ ഉണ്ടല്ലോ നമ്മുടെ ഞങ്ങളുള്ള ഒർലാൻഡോ നിരന്ന ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒക്കെ മലകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയ മലകളല്ല. ഇത് കണ്ടില്ലേ, ചെറിയ ബമ്പ് താന്ന് പിന്നെയും കുറച്ച് കയറ്റം ഇറക്കം അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഓൾമോസ്റ്റ് നോക്കിയ ഈ സൗത്ത് സൈഡ്, അമേരിക്കയുടെ സൗത്ത് സൈഡൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതലും നിരപ്പാ. കൂടുതലും നോർത്തിലോട്ട് പോകുമ്പോഴാണ് കുറച്ചുകൂടെ കുന്നും മലയൊക്കെ ഉള്ളത്. നമ്മൾ ഏറ്റവും സൗത്തിലാണ്, അതായത് ഫ്ലോറിഡയിലായതുകൊണ്ട് അവിടെ ഇങ്ങനൊന്നും കാണാനേ പറ്റത്തില്ല. അത് ഇപ്പൊ നോക്കി അറിയാം, ഇതിനകത്ത് ഒരു മരത്തില് ഇലകളൊന്നും ഇല്ല കേട്ടോ. ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു. അതുപോലെ തണുപ്പായതുകൊണ്ടാണ്. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇലകളൊന്നും ഇവിടെ കാണത്തില്ല. അല്ലാത്ത സമയത്ത് നല്ല രസമാണ് കേട്ടോ. അതായത് ഈ സ്പ്രിങ്, ഓട്ടം ആ സമയത്തൊക്കെ പല കളേഴ്സിലൊക്കെ ഇവിടെ ഇലകളൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ കണ്ടോ, എല്ലാം പൊഴിഞ്ഞു പോയി. ഇനി സ്റ്റോമൊക്കെ വരുമ്പോ ഈ മരം ഫുള്ള് വെള്ള കളറായിരിക്കും, മഞ്ഞ് നിറഞ്ഞ്. ഇത് പാർക്കാണോ? എനിക്ക് തോന്നുന്നു മെട്രോ ആണെന്ന് തോന്നുന്നു. അല്ല ട്രെയിൻ, മെട്രോ അല്ലെങ്കിൽ ട്രെയിൻ ആയിരിക്കും.
ഇതുണ്ടോ ഇതെന്തോ ഒരു ടൈപ്പ് ട്രെയിനാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഭംഗി. ഇതിന്റെ കണ്ടോ താഴെ ട്രെയിനിന്റെ പാളവും മേളില് ഇത് മെട്രോ ആവാനാ സാധ്യത, പക്ഷെ കറക്റ്റ് അറിഞ്ഞൂടാ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാട്ടോ ഇത്. റെയിൽവേ സ്റ്റേഷൻ അല്ല, റെയിൽവേ. ഇത് ഓയിൽ ട്രെയിൻ ആണ്. നമ്മൾ ഇതിന്റെ സൈഡിൽ കൂടെ ഉള്ള റോഡിലൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ വോളെല്ലാം കണ്ടോ, ഫുള്ള് അവരിങ്ങനെ ഒരു ആർട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ല വരച്ചേക്കുന്ന, പക്ഷെ രസമുണ്ട് കാണാൻ. ചിലതിലൊക്കെ, ഇതിലൊന്നും അങ്ങനെ വരച്ചിട്ടില്ല. ഈ ബ്രൗൺ കളറില് എന്താ ഇവിടുത്തെ വീടുകളൊക്കെ കേട്ടോ. ഇവിടുത്തെ നല്ല രസമില്ല കാണാൻ. എല്ലാം അല്ല, ഒരു നില മാത്രല്ല കേട്ടോ, 2 നില വീടുകളും എല്ലാം ഉണ്ട്. ഇവിടെ മെയിനായിട്ട് കാണുന്ന ഒരു ചെടി കേട്ടോ ഇത്. ഇതിനകത്തൊരു റെഡ് കളർ കണ്ടോ, ഒരു പഴമുണ്ട്. അങ്ങനെ നമ്മള് താമസിച്ച ഹോട്ടലിൽ നിന്ന് അടുത്താട്ടോ. നമ്മളിപ്പോ വന്നേക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ദൂരെ കണ്ടോ, കാണുന്നുണ്ടോ? അതുകൊണ്ട് 2 ആൾക്കാർ ഇരിക്കുന്നുണ്ടോ, ഡൈനോസേഴ്സ്. അപ്പം നമ്മൾ അതിന്റെ മ്യൂസിയത്തിലാണ് വന്നേക്കുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും. ദേവുവിന് പേടിയുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഡൈനോസേഴ്സിനെ കാണാൻ പോവാ നമ്മൾ. ദേവുട്ടി എവിടെ പോവാ? മറ്റേ വാവ്, അതാരാ അത്? ദോ അങ്ങ് ദൂരെ ആരാ? അതൊക്കെ ആരത്? അപ്പൊ ദേവ് ഭയങ്കര ഇഷ്ടത്തില്ല, പേടിയൊന്നും ഇല്ലെന്നാ പറയുന്നത്. നോക്കാം. എവിടെ എന്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. ദേവുവിന്റെ തൊപ്പിയിലും ഡൈനോസർ ആണല്ലോ. അവിടെ കണ്ടോ, ഡൈനോസർ ഉണ്ട്. സെയിം ഡൈനോസർ ആയിരുന്നു. ഇഷ്ടാണോ ഡൈനോസറിനെ? നമ്മളപ്പം മ്യൂസിയത്തിനകത്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് കേറിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ എത്ര മണി? 11:30 ആയി. നമ്മൾ ലേറ്റ് ആയിട്ട് ഇറങ്ങിയ 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട്. അപ്പൊ ഡൈനോസറിനെ കാണാൻ പോവാ. പേടിയുണ്ടോ? ഇല്ല. ശരി, നമുക്കന്ന് അകത്ത് കയറി നോക്കാം. ഇത്രയും വലുതായിരുന്നു ഡൈനോസർ. ഇതോ നോക്ക്, ഓരോ ഫ്ലോറിലും എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാട്ടോ. ഇതാട്ടോ ഡൈനോസർ. എന്ത് വലുതാ നോക്ക്, ഭയങ്കര വലുപ്പാട്ടോ. നമുക്ക് കാണുന്ന പോലില്ല. അതിൻ്റെ ഉണ്ടാവും. ആൾക്കാരൊക്കെ എന്ത് ചെറുതാ നോക്ക്. ഒരു 3 നില കെട്ടിടത്തിന്റെ അത്രയുണ്ട്. ഇതിന് മുഖം എവിടെയാണെന്നറിയാതോ? കണ്ടോ, അതാണ് അതിന്റെ മുഖം, ബോഡി നല്ല വലുതാ. അയ്യോ, 2 പേരങ്ങ് നടന്നു പോയി. ഞാനിനി അങ്ങോട്ട് പോവാട്ടോ. ഒരു കാര്യം കാണിച്ചു തരാവേ. ഇവിടെ ദേവ് ഇവിടെ നിക്ക് എന്നാലേ. ദേവ് ആണെങ്കിൽ ഇത് ഡൈനോസറിന്റെ ഒരു നഖ കേട്ടോ. വിരല. ദേവ് അത്രയേ ഉള്ളൂ. ദേവു എന്തോ, ദേവ് ഒരു പേടിയില്ലാതെ നിക്കുന്നുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇതുണ്ടോ? ഇവിടെ പല ടൈപ്പ് ഓഫ് ഡൈനോസറിനെ അവർ ഡിസ്ക്രൈബ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. But how many years it will take to become like? എല്ലാവർക്കും ഉള്ള പോലെ എന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാല്, ഈ ഒരു ചെറിയ ഒരു മുട്ടേന്ന് എങ്ങനെ ഇത്രയും വലിയൊരു ഡൈനോസർ ഉണ്ടാകുന്നതെന്ന് ഡൗട്ടുണ്ട്. അപ്പൊ അവർക്കും അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. അവര് പറയുന്നത് ഇത് ആ രീതിയിലുള്ള ഫുഡൊക്കെ ആയിരിക്കും കഴിച്ച് ഒരുപാട് വർഷങ്ങളിൽ, മേ ബി ഒരു 100, 120, 200 ഒക്കെ വർഷങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ ആയതെന്നാ പറയുന്നത്. അവർക്ക് ഈ ഫോസിലിൽ നിന്ന് കിട്ടിയ ഒരു ഇത് വെച്ച് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ പല്ല് ഇതെന്താ പറയാ, ഡൈനോസറിന്റെ പല്ല. അടുത്തത് ഇവിടെ ഒരു 3D ഷോ ഉണ്ട്. അപ്പൊ അത് നമുക്ക് കാണാൻ പോവാണ്. ദേവ് ക്ലാസ് ഒക്കെ വെച്ചാ? ബാ പോ. ഇതെന്തോന്നറിയാമോ? ഫിഷിന്റെ എക്സ്റേ ആട്ടോ. ഫിഷ് എന്ന് പറഞ്ഞാ ചില ഫിഷുകളുടെ എക്സ്റേ കണ്ടോ.
ഇതെല്ലാം അങ്ങനെ കേട്ടോ, എല്ലാ ഫിഷിന്റെ എക്സ്റേകളാ. ഞാൻ കുറച്ച് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ഏത് ഫിഷാന്നറിയാ? പഫർ ഫിഷാണോ? പോർക്ക്. നിങ്ങൾ തന്നെ വായിച്ചു കേട്ടോ. ഇനി നമ്മൾ വന്നേക്കുന്നത് സ്റ്റീം ലാബിലാണ്. അവിടെ ഇങ്ങനെ ഓരോന്നിന്റെ എന്താ പറയാ സ്കെലിറ്റണും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ വണ്ടില്ലേ, വണ്ടിന്റെ പഴയ വണ്ടിന് അവരിങ്ങനെ അത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടോ. ഇതെന്താ ദേവു, ഇതെന്താ? ഇത് കണ്ടോ, ഇത് തവളയുടെ സ്കെലിറ്റൺ ഉണ്ട്. ഇത് എന്താന്നറിയാ? ആമയുടെ തോട്. ഇതെന്താ? ഓ, നമ്മള് ശരിയാക്കാനോ? അതിനടിയിലെ മാഗ്നറ്റ് ആണോ? ഓ, ആ മാഗ്നറ്റ് ഇങ്ങനെ ശരിയാക്കാം. ഇത് 3D പ്രിന്റേഴ്സ് ആട്ടോ. അതിനകത്ത് ഉണ്ടോ പ്രിന്റ് ചെയ്യുന്നത്? പ്രിന്റ് ചെയ്തോണ്ടിരിക്കും. അതിനകത്തൊരു കുഞ്ഞു മനുഷ്യനെ കണ്ടോ? ആ ആളിനെ ഇങ്ങനെ പ്രിന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതെന്താ? ഓ, ഇത് ഓരോ സാധനങ്ങളും നമ്മളിങ്ങനെ വെച്ചിട്ടേ നമ്മള് ടെലിസ്കോപ്പിലൂടെ നോക്കാൻ. ഇത് ഇതിലെ കൂടെ നോക്കുന്നത്? ഓ, ടെലിസ്കോപ്പ് വേണ്ട. അത് ഇവിടെ കണ്ടോ, ഇവിടെ ഇതിൽ നമുക്ക് സൂം ചെയ്യാം. കണ്ടോ, ഇത് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ഒക്കെ ചെയ്ത് ഓരോ സാധനങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ഞാൻ ആദ്യം ഈ ചെലന്തിയല്ല വെച്ച, ഇതിപ്പം നമ്മുടെ റോസാപ്പൂവിന്റെ ഇലയാട്ടോ. അപ്പൊ അത് കണ്ടോ, അതിവിടെ കാണാം. എന്നിട്ട് അതിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ സൂം ഓൺ അതിന്റെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ നോക്ക്, ഇത് കണ്ടോ, ഇത് കണ്ടോ, ചെറിയൊരു ഇതാണ് ഇത്. എന്താ, ഞണ്ട് കണ്ടോ? വെച്ചിട്ട് സൂമിന് അത് ക്ലിയർ ആക്കാൻ ഇതിങ്ങനെ വെച്ച് നോക്കാം. ഇനി നക്ക്. ഓയ്യോ, ഇതാക്കണം. ഇതാദ്യം ഇത് കണ്ടോ, ഇതിലെ പ്രഷർ നമ്മൾ കൂട്ടണം. പ്രഷർ കണ്ടോ, ഇങ്ങനെ പ്രഷർ കൂട്ടാം. ഇനി നക്ക്, ഇത് റെഡ് നക്ക്. ഇത് കണ്ടോ, അയ്യോ ഇതൊക്കെ. ഓ, കൈ വെക്ക് കണ്ടോ, ഇതാണ് മാജിക്. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് കണ്ടോ നമ്മുടെ കൈയുടെ ഇങ്ങനെ വെക്ക്. രണ്ട് കൈയും. ഓ, കണ്ടോ, കൈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് മൂവ് ആവും. വാവ്. ഇത് നമുക്ക് അവിടെ വിടാം. ഇത് അവിടെ വിടാം. എനിക്ക് വെയിറ്റ്. ഇനി ഇതിനകത്ത് ഇത് വെക്ക്. അവിടെ ഈ സാധനം നമ്മൾ അവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഉണ്ടാക്കണം ബേർഡിന്. എന്നിട്ട് റെഡി. കണ്ടോ, എടുത്തോണ്ട് വാ. ഈ ബേർഡ് ഈ വിങ്സ് വെക്ക് ഇതിനകത്ത് വെക്ക്. ഇട്. അതാ ഇതിട്. അതിട്. ഇട്. ഇതെന്താന്നറിയോ, കാറ്റിന്റെ ഇതിങ്ങനെ പറന്ന് ഇതിന് മേളിൽ കൂടെ പോകും. കണ്ടോ, അങ്ങനെ പിള്ളേർ അതിനകത്ത് ഇടും, പിന്നെയും പറന്നു പോകും.
ആ ഇട് ഇട് ഇട്. ഓ ഇതൊന്നുമില്ല, വെറുതെ ആ ബോൾ അതിനകത്ത് വീഴുന്നു. ഒരു സർക്കുലേറ്ററി മോഷൻ വരും, എന്നിട്ട് ലാസ്റ്റ് അതിങ്ങനെ വീഴും. ഇതെല്ലാം സയൻസ് എക്സ്പെരിമെന്റിന്റെ ഓരോരോ കാര്യങ്ങളാണ്. പക്ഷെ കൊച്ചു പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. അത് കണ്ടോ, ഇതേടെ ബോള് കണ്ടോ ആകാശത്ത് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ കാറ്റത്ത് കണ്ടോ ഈ ബോൾ ഇവിടെ വെച്ചാല് അവിടെ അങ്ങനെ തന്നെ നിൽക്കും. കണ്ടോ, എനിക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ ഇതുപോലെ ചെയ്യാം. ആ ആ വെക്ക് 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 വെക്കടാ. ആ ശരി. അടുത്ത് നമ്മളെ നേച്ചർ ക്വിസ്റ്റില് പോവാണ്. എന്തുവാ നോക്കാം, അതിനകത്ത് എന്താന്ന്. ദേവു ദേ തറയിലൊരു മുതല. ദേവു തറയിലൊരു മുതല. ഓ അലിഗേറ്റർ. ദേവു ഇത് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ മെയിനായിട്ട് വരുന്നത് ദേവു. ദേണ്ട ദേവു ഇവിടെ ദേണ്ട് പോന്നു. ദേവു എവിടെ പോവാ? ഹലോ. അതെ പിള്ളേര് കളിക്കാനുള്ള കേട്ടോ. കേറിപ്പോ. ദേവു ദാണ്ട് പോകുന്നുണ്ട് മേളിലോട്ട്. ഇവിടെ പിള്ളേരെല്ലാരും ഇങ്ങനെ കളിക്കുക കേട്ടോ. മെയിനായിട്ട് ഇത് കളിക്കുന്ന സാധനം. ദോ പോന്നു ദേവു. പിള്ളേരെല്ലാം ഭയങ്കര കളിയാട്ടോ. ഇതിനകത്ത് കണ്ടോ മീനെ കാണോ. അടുത്ത ദേവു ഗുഹയ്ക്കകത്ത് കയറാൻ പോവാണ്. കേറ് ദേവു. ദേവു ഇതുവഴി ഇറങ്ങി വരുമെന്ന് അറിയത്തില്ല, നോക്കാം. ദൈവമേ ഇതുവഴി വരൂ. ആ ഓ ഇതുവഴി വരുമോ? ആ ദാണ്ട് അതിലേക്കൂടെ വരുന്നു. ഹലോ, ഇതിൽ ഇറങ്ങി വാ. ഇറങ്ങിയ വാ വാ. അടുത്തതോ അവിടെ ഒരു ഗുഹയുണ്ട്. ഇതോ അവിടെ കണ്ടോ, മരത്തിന്റെ അടിയില് ഒരു ഗുഹ. ഇതോ വെള്ളം കണ്ടോ, വെള്ളത്തിൽ തൊട്ട് നോക്ക്. മതി വാവയുടെ ദേഹത്തുള്ളേ. ബേബീനെ വളർത്തുണ്ടാക്കല്ലേ. ഈ ആനിമൽസിന്റെ കുഞ്ഞുങ്ങളായത്. അവരുടെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കൂ. ആ കൊട. അത് പാമ്പല്ലേ, പാമ്പ് ഒട്ടിക്കപ്പോ. ആ ഒട്ടിക്ക്. അടുത്ത ലിസാഡിന്റെ മമ്മി. ആ അതൊട്ടിട്ട് അല്ല അത്. ആ ഓക്കെ. അടുത്തതാ ഫ്രോഗിന്റെ കുഞ്ഞ. ഫ്രോഗിനൊട്ടിക്ക്. അവളോടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ളെ കണ്ടോ ഇവിടെ ദാണ്ട് നടക്കുന്നു. നോക്ക് മേളിൽ നോക്ക്, രണ്ടാൾക്കാര് കണ്ടോ. അനങ്ങാതെ കിടക്കുന്ന കണ്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഹലോ. അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നോക്ക് അടിപൊളിയാണ്. ഇവിടെ നമുക്ക് നടക്കാൻ കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ. ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ദേവു ഓടുക കേട്ടോ. വഴക്ക് പറയാണ് ഓടാനില്ലെന്ന്. എല്ലാ പിള്ളേരും ഇവിടെ ഓട്ടം തന്നെ. നല്ല തണുപ്പുണ്ട്. ദേവുവിന് തൊപ്പി അങ്ങ് ഇടിയിക്കാന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ നടക്കാന്.
നല്ല രസമുണ്ട് കേട്ടോ നടക്കാന്, നല്ല തണുപ്പുണ്ട്. ഇതാണ് മ്യൂസിയം. അപ്പൊ മ്യൂസിയത്തിന്റെ വെളിയിലാ നമ്മൾ നടക്കുന്നത്. ദേവ് അവിടെ ഫോട്ടോഷൂട്ടാണ് തോന്നുന്നു. ഓ നിന്നോ? റെഡി? എന്താ നോക്ക, ഇവിടെ ഇങ്ങനെ പലതരത്തില് ഉള്ള കുഞ്ഞു കുഞ്ഞു കൂടുകളും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. താഴെ കണ്ടോ ഒരു കുഞ്ഞരുവി ഇങ്ങനെ വന്നിട്ടുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. താഴെ ആൾക്കാരിങ്ങനെ നടക്കുന്നുണ്ട്. ദേവു ഇവിടെ ഭയങ്കര ഓട്ടമാണ്. ദേവു ഡാൻസ് ഒക്കെ കളിക്കുക. ദേവു എന്താ ദേവു? ഇതുണ്ട് ഇലയുടെ ഷേപ്പില് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. ഇനി അപ്പ വരട്ടെ. ദേവ് മാറിക്ക്. മുഖം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പം നമ്മുടെ നാട്ടിലെ തോട് പോലെ അല്ലേ. പക്ഷെ ഈ മരങ്ങളും പിന്നെ ഈ ഒരു തടി കൊണ്ടുള്ള പാലവും ഒക്കെ കുറച്ച് നല്ല രസമുണ്ട്. ദേവുന് ഇഷ്ടപ്പെട്ടോ? അന്നോ പൂച്ചയാ? ഏടി കല്ലിവനെ, ഒരു കല്ലിവനെ. എവിടെ പോവാ നീ? ഓക്കെ, ഇത് ഇവിടെ ഒരു പാർക്കുണ്ടേ. അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റ് നല്ലതായിട്ട് അടിക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. അതിന്റെ സൗണ്ടൊക്കെ ഇങ്ങനെ മരച്ച് ഇതിലേക്കൂടെ ഇറങ്ങിയോ? ഇനി പോവാ. എനിക്ക് സൗണ്ടൊന്നും ശരിക്കും വരുന്നില്ല. ദേവി ഇത് നോക്ക, ഇതുണ്ടോ ഇവിടെ ഇൻസ്ട്രുമെന്റ് ഉണ്ടോ? ഇത് പക്ഷെ കേക്കുന്നില്ല ഇതില്. ദേവ് എന്തേ? ഇറങ്ങിയോ? ഇതിലല്ല അപ്പുറത്തൂടെ. ബാ പോവാ. ഇരിക്കല്ലേ ദേവ്. ഇതാട്ടോ ഈ മ്യൂസിയത്തിന്റെ ഫ്രണ്ട്. എന്റെ ഫേവറേറ്റ് മരവും ചെടിയും കേട്ടോ, നല്ല ഭംഗിയല്ലേ. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി മഴയല്ല, ഇത് സ്നോ ആട്ടോ. ചെറിയ സ്നോ പെയ്യാൻ തുടങ്ങുന്നുണ്ടോ? സോറി, ഞാൻ മഴയാന്ന് ചോദിച്ചു. കണ്ടോ വീഴുന്നുണ്ട്, കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് സ്നോ ആണെന്ന്. ദേവ് സ്നോ വീണോ ദേവിന്റെ ഇത്? അയ്യോ. ഇനി നമ്മള് കേറാൻ പോകുന്നത് ഒരു ടണലിലാട്ടോ. ഇത് കണ്ടോ? ഇതിനകത്ത് കണ്ടോ ഫുള്ള് വർക്ക്, ആൾക്കാര് ഇങ്ങനെ എന്താ പറയുന്നത്, കണ്ടോ ആൾക്കാരെല്ലാം എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് വരച്ചേക്കുന്നൊക്കെ കൊള്ളാം. ഈ ടണല് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ, അവിടെ എത്താവേ. ഇവിടുത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി കേട്ടോ, നമ്മുടെ അറ്റ്ലാന്റ സൂ. അപ്പം നമുക്കിനി അകത്ത് കയറിയിട്ട് കാഴ്ചകൾ കാണാവേ.
ഇവിടെ കണ്ടോ, മുന്തിരിങ്ങ പോലെ ഇരിക്കുന്നു. ബ്ലാക്ക്ബെറി ആണോ? അല്ല, കണ്ടോ. ഹസ്ബൻഡ് വഴക്കറിയ കേട്ടോ, 3:30 ആകുമ്പോ അത് അടയ്ക്കാം, അതിന് മുന്നേ പോകണമെന്ന് പറഞ്ഞു. ഇപ്പം 2:30 കഴിഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കുക കേട്ടോ. ഇനി ഞാൻ സൂവിന് ഉള്ളിൽ കയറിയിട്ട് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, അതിന്റെ ഫ്രണ്ടിലുള്ള ഒരു നല്ല സൂന്ന് എഴുതിയൊരു ബോർഡ്, നല്ല രസമുണ്ട്. ദേവിനെ കാണിക്കാം. ദേവു അതാരാ? അത് ആരാ? അതൊക്കെ ഫ്ലെമിംഗോ അതൊക്കെ. അതാരാന്ന് പറ. ആ, ഫ്ലെമിംഗോ. ബാ, വന്ന് നോക്കാം, ബാ. ഇതെല്ലാം ഫ്ലെമിംഗോസ് ആട്ടോ. ഇവരെല്ലാരും തണുത്ത. കുഴപ്പമില്ല. ഫ്ലെമിംഗോ. ആ, കണ്ടോ, കളർ ഏതാ? റെഡോ? ഓക്കെ. വാ വാ വാ. ആ, ദേവു, എത്ര ആനിമൽസാ നോക്ക്, ജിറാഫ്, ഓ, ലയൺ, പിന്നെ ഫ്ലെമിംഗോ ഇരിക്കുന്ന അപ്പുറത്ത് കണ്ടോ. ഇതാരാ നോക്ക്, ഇതാരാ? സിംഹം. അതാരാ നോക്ക്, റൈനോസോസ്. കണ്ടോ, കേറിക്കുന്നു. മീർക്കാറ്റ്. ഇവിടെ ആണെങ്കിലേ, ഇവിടെ ഇതേപോലെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലും കുട്ടികളെ വേണ്ടിയുള്ള ഷൂ ആട്ടോ. അവർക്ക് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഒരാള് അവിടെ നിൽക്കുന്നു. ആ ദൈവം കാണിച്ചല്ലേ, കാണാവോ അറിയത്തില്ല. കണ്ടോ, നീർക്കാറ്റ് കണ്ടോ കുഞ്ഞ്, നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ നോക്കണേ, 2 കാലേ. കണ്ടോ ദേവ്, അവിടെ നിന്ന് 2 കാലം നിക്കുക. ആന. ഇനി നമ്മള് ആഫ്രിക്കൻ എലിഫന്റിനെ കാണാൻ പോവാണ്. അവരെ ആണെങ്കിൽ ഇൻഡോറിലാണ് ഇട്ടേക്കുന്നത്, കാരണം അവർക്ക് തണുപ്പ് അത്ര പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവരെ ഇൻഡോറിലാണ് ഇട്ടേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമ്മളെ നാട്ടിൽ ആനയെ കണ്ടിട്ടുള്ളതുകൊണ്ട് അത്ര തോന്നില്ല. പിന്നെ അവരുടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതാ അതിന്റെ കുറച്ച് വ്യത്യാസമുണ്ട്. കണ്ട തല കെട്ടുന്നുണ്ടോ ദേവു തല കെട്ടുന്നുണ്ടോ? ദേവിനെ കണ്ട് കണ്ടിട്ട് ദേവിനെ കണ്ടതിന്റെ സന്തോഷത്തിന് തലയാട്ടുവാ. ഉണ്ടോ, അവന് സന്തോഷം വന്നപ്പോ അവൻ തലയാട്ടിയതാ. അവർക്ക് സ്പെസിഫിക് ആയിട്ടൊരു ടെമ്പറേച്ചർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. ഓ, ആനോട് സംസാരിക്കുന്നേ, ഹലോ പറയാനോ? വരും. ഹായ് പറ, അപ്പൊ അത് വരും. ഹായ്. അയ്യോ, അങ്ങോട്ട് പോയി. ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലേ നമുക്ക്? അവിടെ വേറെ ആന, അകത്ത് നോക്ക്, സ്മോൾ ആനയുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് വേറൊരു ആനയും കൂടെ ഉണ്ട് കേട്ടോ.
അല്ല ദേ ഇവിടെ ഒരു ആനയുണ്ട്. ദോ അവിടെ കൊമ്പുള്ള ആന, കൊമ്പനാന. അത് രണ്ടുപേർക്കും കൊമ്പുണ്ടോ? ആഹാ. അതിനകത്തും ഒരാളുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നോന്നറിയത്തില്ല. കണ്ടോ ഒരു കൊമ്പ് കണ്ടോ? അവിടെ ഒരു ആന, ഇവന് എന്റെ ബാക്കില്. ഭയങ്കര വലിയ വട്ടത്തിലുള്ള വലിയ ചെവി, ആ മേലത്തെ നടുവുണ്ട് ഒരു വളഞ്ഞ്. സൈസ് വലുത് ആഫ്രിക്കൻ അല്ലേ? സംസാരിക്കത്തില്ല. ആന എങ്ങനെ സംസാരിക്കുന്ന മോനെ? ആന ഇങ്ങനെ ചിഹ്നം വിളിക്കോന്ന്. അങ്ങനെ ചിഹ്നം വിളിക്കുന്നത്. ഇത് കണ്ടോ ഇവിടെ ആനകള് നിക്കുന്നത് കേട്ടോ. പക്ഷെങ്കില് ഇപ്പൊ ഭയങ്കര തണുപ്പല്ലേ, വിന്റർ ആയതുകൊണ്ട് അവരെ വെളിയിലോട്ട് വിടത്തില്ല, അകത്ത് തന്നെ ആയിരിക്കും. ഇനി ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരെല്ലാവരെയും ഇതിലോട്ട് വെളിയിൽ ഇറക്കി വിടും. അപ്പോഴായിരിക്കും കാണാൻ കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ അവരെല്ലാരും കൂട്ടിനകത്താ. ദേ ആന, ദേ ഒരു ആന ഉണ്ട് അവിടെ, കണ്ടോ ഒരു ആന? ദേ അതൊരു ആനയുടെ ഇത് വെച്ചിട്ടുണ്ടാക്കിയ സാധനം. ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഡിസ്പ്ലേക്കകത്ത് നോക്കിയിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ജീവിയാ, അല്ല ഏത് തരത്തിലുള്ള റെപ്റ്റൈലാണെന്ന് ഇവര് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം നീ സെയിം എനിക്ക് കിട്ടിയ അതേ ഇത് തന്നെ. എവർഗ്രീൻ ടോഡ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ആൾക്ക് കിട്ടിയത് എവർഗ്രീൻ ടോഡ്. അതുകൊണ്ട് മുഖം കാണത്തില്ല, മുഖം അതിനകത്തോട് കേറുക കണ്ടോ. അടുത്ത നമ്മൾ എങ്ങോട്ടാന്ന് വെച്ചാല് തവളകളില്ലേ, തവളകളുടെ ഒരു ഏരിയയിലോട്ടാണ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് അവരവര് ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ട്. ഇത് ഇൻഡോർ ആണ്. മുതലേ കാണുന്നുണ്ടോ? അവിടെ മുതലേ കണ്ടോ? ദോ അത് സ്നേക്ക് ഉണ്ട് കേട്ടോ. ദോ നോക്ക്, ബിഗ് സ്നേക്ക്. അനാക്കൊണ്ടയാണോ? ഇവിടെ നമ്മൾ അനാക്കൊണ്ടയെ കാണാൻ വന്ന കേട്ടോ. അനാക്കൊണ്ടയെ കാണാം. ദോ അനാക്കൊണ്ട കാണാവോ നിങ്ങക്ക്? നല്ല വലിപ്പമുണ്ട് കേട്ടോ. മുഖം കണ്ടോ? ഇതാണ് ആള്, കണ്ടോ? നല്ല വലിപ്പമുണ്ട്, അനങ്ങാതെ കിടക്ക. ഇതാരാ? ഓ തവളയാണ്. ശരിക്കുള്ളയാ? അയ്യോ ഞാൻ വിചാരിച്ചു വെറുതെ വെച്ചേക്കാന്നത്. ഇതൊക്കെ ഇത് ശരിക്കുള്ള തവള. നമുക്ക് അതിന്റെ കളർ ഉണ്ടോ? ഇത് നമുക്ക് കളർ ഉണ്ടോ? ഈ കല്ല്, നമ്മളീ കല്ലൊക്കെ കളർ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. എത്ര ഫ്രോഗ് ഉണ്ടോടാ? ഇഷ്ടപ്പെട്ടോ? ഫ്രോഗിനെ ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട് ഫ്രോഗ്. എന്താ ഒന്നൂടെ പറഞ്ഞേ? ഇതാര? ഇതി നോക്കി പറ, ഇതി നോക്കി. ദേവു അപ്പൂമ്മയാണത്. അയ്യോ, ബാ അടുത്തത് കേറാം. ഇതാരാ നോക്ക് ഇതിനകത്ത്. ദേ നീന്തുന്ന ഒരാമയെ കണ്ട. ആമ നീന്തുന്ന കണ്ടിട്ടുണ്ടോ കുഞ്ഞ്? നോക്കിക്കോ, കണ്ടോ ആമ നീന്തുന്ന കണ്ടോ? അതാണ്ട് കണ്ടോ ആമ ഇങ്ങനെ നീന്തുന്നേ. ഇത് മേളിൽ ഒരാളിരിക്കുന്നുണ്ടോ? ആരാ അതെന്ന് അറിയാവോ?
അയാളാണ് പൈത്തോൺ എന്ന് പറഞ്ഞ അണലിയല്ലേ? പിന്നെ പെരുമ്പാമ്പോ? പൈത്തോൺ പെരുമ്പാമ്പ്. പക്ഷെ ഇതിനകത്ത് വലിയ വലിപ്പമില്ല. അമ്പോ ദേവു, ആരാ ഇത്? ദേവുവിന് ഇല്ല കേട്ടോ. ദേവു ആ പാമ്പിന്റെ തൊട്ടിപ്പുറത്ത് നിന്നിട്ട്, എടാ പാമ്പ് നാക്ക് നീട്ടുന്നതിന് അവളും നാക്ക് നീട്ടുക. ദൈവമേ, കാണിച്ചേ കേക്ക്. എങ്ങനെ വന്നിട്ടൊക്കെ എങ്ങനെ പാമ്പ് നാക്ക് നീട്ടുന്ന എങ്ങനെ? ഒരു പേടിയില്ലെന്ന്. ദേവു ഗ്രീൻ പാമ്പ് നോക്ക്, ഗ്രീൻ പാമ്പ് നോക്ക്. അയ്യോ ദേവു, യെല്ലോ പാമ്പ്. കാണത്തില്ലായിരിക്കും. കണ്ടോ ഉണ്ടോ? ഇതിലുണ്ടല്ലോ, ഇതിനകത്തുനിന്ന് മൃഗങ്ങളെ കണ്ടുപിടിക്കുന്നത് തന്നെ ഒരു ടാസ്ക്. എവിടെ? ഓ, കണ്ടോ കണ്ടോ കണ്ടോ, ഇതാണ്. അത് തന്നെ വലിയൊരു ടാസ്ക്. ഈശ്വര, ഇതിനകത്ത് ഞങ്ങൾ കുറെ നേരമായിട്ട് നോക്കുവാണെ പാമ്പ് കാണുന്നില്ല കേട്ടോ. എവിടാന്നറിയോ? ഇത് കണ്ടോ, ഇതാണേ. ദേവു ദേണ്ട, ഇതാ പാമ്പ് കണ്ടോ? പക്ഷെ ഇതിന്റെ തല എവിടാന്നറിയോ? തല കണ്ട ഇതാണ് തല. കണ്ടോ? കണ്ണുണ്ടോ? തീരെ മനസ്സിലാകത്തില്ല. ഇതാ എനിക്ക് പ്രശ്നം. ഇതിനകത്തുനിന്ന് പാമ്പിനെ കണ്ടുപിടിക്കുമ്പോ തന്നെ ദേ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ ഇതൊന്നും അങ്ങനെ ചീത്ത അങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ദേവു ഒരു ഭയങ്കര ബിഗ് ഒരു പാമ്പിനെ കാണോ? ബാബാ കാണിച്ചു തരാം. ഇത് കണ്ടോ, പൈത്തനാണേ. നമുക്ക് അതിന്റെ സൈസ്, ഇതാണ് അണലി കേട്ടോ. അണലിയല്ല, അണലിയ. ഉണ്ടോ? അതിന്റെ തല കണ്ടോ? ത്രികോണായിട്ടിരിക്കുന്ന. ആണോ? അപ്പൊ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ. പാല് കണ്ടോ അതിന്റെ? എന്റെ തല കണ്ടോ? അതിന്റെ തല അനങ്ങുന്നുണ്ടോ? ഡ്രാഗൺ എന്തേ നോക്ക്. ദോ കണ്ടോ ഡ്രാഗൺ? അങ്ങനെയാണോ എന്റെ പേര്? എന്റെ പേരാണ് കൊമോഡോ ഡ്രാഗൺ. ഇത് ഒരാളെ കണ്ടോ? ഇത് മരത്തിന്റെ മുകളിൽ ഇരുന്ന് ഇല തിന്നുന്ന കണ്ടോ? പാണ്ട അല്ല ഇത്. ആണോ? പാണ്ടയാണോ? പക്ഷെ ചെറിയ പാണ്ടയാണല്ലോ. മോസ്റ്റ്ലി ഞാനുണ്ടല്ലോ ഈ ഒരു വിന്ററിലാണെങ്കിൽ ഞാൻ സൂ പ്രിഫർ ചെയ്യത്തില്ല കേട്ടോ. കാരണം കുറേ ആനിമൽസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാവരും കൂട്ടിനകത്താണ്. അപ്പോൾ ആരും തുറന്നു വിട്ടിട്ടില്ല. അപ്പം മെയിൻലി സമ്മർ ആകുമ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആനിമൽസിലെയും കാണാൻ പറ്റുന്നത്. എന്ത് ദേവു ട്രെയിനിൽ കയറാൻ പോണോ? അവിടെ കയറാം. ദേവൂട്ടി എവിടെ പോവാ? ട്രെയിനില് കേറിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. നിങ്ങൾക്കൊക്കെ കാണ്ടാമൃഗത്തിന്റെ തൊലിയാന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ദേവു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. ദേവുന് ചെറുതായിട്ടൊരു പേടി വരുന്നുണ്ട്. കണ്ടോ? ചെറുതായിട്ടുണ്ട്. ഇത് നോക്ക, ക്യാമറ നോക്കി പറ പേടിയില്ലെന്ന്.
പേടിയില്ല. കൊച്ച കൊച്ച എന്റെ നാക്കെല്ലാം മരച്ചു. സൗണ്ടൊക്കെ ഇങ്ങനെ ഒരുമാതിരി. അപ്പൊ നമ്മള് സൂയിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോഴാ ഇവിടെ കണ്ടോ, ഇനിയിപ്പം നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഇവിടെ സ്നോ സ്റ്റോം ആയിരിക്കുവേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റോഡിൽ കണ്ടോ. ഇത് മെയിൻ ഒരു ഹൈവേ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് ഉപ്പൊക്കെ ഇടുന്നത്. അപ്പൊ പിന്നെ സ്നോ മെൽറ്റ് ആയി പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട് കണ്ടോ. അങ്ങനെ കുറെ വണ്ടികൾ പോകുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടില് ഒരു പോലീസ് വണ്ടിയും പ്രൊട്ടക്ഷൻ അല്ല, അതിന് വഴി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.